പഹൽഗാം ആക്രമണത്തിൽ ഭീകരർക്കായി തിരച്ചിൽ ഊർജിതം. 100-ലേറെ പേരെ ജമ്മുകശ്മീർ പോലീസ് ചോദ്യം ചെയ്തു. പ്രദേശവാസികളിൽ നിന്നും കുതിരസവാരിക്കാരിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടി. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. പഹൽഗാമിൽ ഭീകരർക്കായുള്ള തിരച്ചിലിനായി അത്യാധുനിക സംവിധാനങ്ങളും വാഹനങ്ങളും എത്തിച്ചിട്ടുണ്ട്. കുൽഗാമിൽ TRF കമാൻഡറുടെ ഒളിത്താവളം സൈന്യം വളഞ്ഞു. അതിർത്തി മേഖലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ചേർന്നതിന് പിന്നാലെയാണ് സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാശ്മീരിലെ നിലവിലെ സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ട്. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിൽ സുരക്ഷാ അവലോകന യോഗവും ഇന്നു ചേരും. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം പരിമിതപ്പെടുത്തിയതടക്കം കടുത്ത നയതന്ത്ര നടപടികൾക്ക് പിന്നാലെ ഭീകരതയ്ക്കെതിരായ സൈനിക നടപടിയിലും ഉടൻ തീരുമാനമുണ്ടാകും. ഭീകരാക്രമണത്തിൽ പാക് പങ്ക് വ്യക്തമായതോടെ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയിലേക്ക് ഇന്ത്യ കടന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.